വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഉണ്ടായത് ഡാം ഇഫക്റ്റ് എന്ന വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ. ഉരുൾപൊട്ടിയ ദിനം മേഖലയിൽ 570 മില്ലി ലിറ്റർ മഴ ലഭിച്ചെന്ന് ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി. പുഞ്ചിരിമട്ടത്ത് ഇനിയുള്ള താമസം സുരക്ഷിതമല്ലെന്നും വിലയിരുത്തൽ. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? കഴിഞ്ഞ 3 ദിവസമായി ദേശീയ ഭൗമ പഠന കേന്ദ്രത്തിലെ മുൻ ശാസ്ത്രജ്ഞനായ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരി മറ്റം മുതൽ ആ മേഖല ചൂരൽമല അടക്കം ഈ ഉരുൾ കടന്നുപോയ ആ ഭാഗത്ത് ഒരു വിശദമായ പരിശോധന അദ്ദേഹം നടത്തി വരികയായിരുന്നു. എന്താണ് ഈ ഉരുൾപൊട്ടലിന് കാരണം, അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ കടന്നുപോയ ഈ സ്ഥലങ്ങൾ ചൂരൽമല, പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിൽ ഇനി താമസിക്കാൻ സുരക്ഷിതമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ പരിശോധിച്ചത്. ആ ഘട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്രയും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ 2 ദിവസവും ഏതാണ്ട് 570 മില്ലിമീറ്റർ മഴയാണ് ആ ഭാഗത്ത്, അതായത് ഈ ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് പെയ്തിറങ്ങിയത്. അങ്ങനെ പെയ്തിറങ്ങിയ ഈ മഴ അത്തരത്തിൽ ആ ഒഴുക്ക് വരുന്ന ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ ഈ പുഞ്ചിരിമട്ടത്ത് ഉരുളുപൊട്ടിയ ഘട്ടത്തിൽ അവിടെ നിന്ന് ഈ വെള്ളവും അതുപോലെ തന്നെ അവിടെ വനമാണ്, ആ ഭാഗത്ത് നിരവധി മരങ്ങളുണ്ട്. ആ മരങ്ങളടക്കം ഒഴുകി താഴേക്ക് വന്ന് അത് ഒരു ഭാഗത്തെത്തിയപ്പോൾ അതൊരു ഡാം പോലെ രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതൊരു ജലസംഭരണി പോലെ അത് രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതായത് ഈ മണ്ണും കല്ലും മരങ്ങളും ഒക്കെ കൊണ്ട് അതൊരു ഡാം പോലെ രൂപപ്പെട്ടു. സ്വാഭാവികമായും അടുത്ത തവണ ഉരുള് പൊട്ടിയപ്പോൾ അതിൻ്റെ ഒരു ശക്തി കൂടി ഇതിലേക്ക് വന്ന് തള്ളി. അങ്ങനെ ആ തള്ളലിൽ, ആ ശക്തി, ആ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ആ ജലം പ്രവഹിച്ച ആ വേഗത ഈ വന്ന ജലസംഭരണിയെ തകർത്ത് കൂടുതൽ ശക്തിയിൽ താഴേക്ക് പരക്കുന്ന അല്ലെങ്കിൽ ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ വ്യാപ്തി, അതായത് ഈ ഉരുൾപൊട്ടൽ ഇത്രയും ഭീകരമായി ഈ മേഖലകളെ, മുണ്ടക്കൈയെയും ചൂരൽമലയും ഒക്കെ ഇത്ര ഭീകരമായി തകർത്തത് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യമായി അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അവർ പറയുന്ന ഒരു കാര്യം, പുഞ്ചിരിമട്ടം, അതായത് ഈ ഉരുൾപൊട്ടലിൻ്റെയൊക്കെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം, ആ പ്രദേശത്ത് ഇനി താമസിക്കുന്നത് സുരക്ഷിതമല്ല. ചില ഭാഗങ്ങളിൽ അവിടെ താമസിക്കാമെങ്കിലും പക്ഷേ അവിടെ ജനവാസം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. ഇനി ഏതെങ്കിലും തലത്ത് താമസിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമടക്കം അത് പറയുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ചൂരൽമലയിൽ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഒരു സുരക്ഷയുടെ പ്രശ്നം ഉള്ളത്. മറ്റിടങ്ങളിൽ ആ പ്രശ്നങ്ങളില്ല. ചൂരൽമല അവിടെ താമസിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇക്കാര്യത്തിലൊരു വിശദമായ റിപ്പോർട്ട് ഈ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം സർക്കാരിന് സമർപ്പിക്കും. അത് 10 ദിവസത്തിനകം നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ ഈ താമസിക്കാൻ അവിടെ ഈ യോഗ്യമായ സ്ഥലങ്ങളിൽ അതിനെ എങ്ങനെ പ്രതിരോധിച്ച്, അതായത് ഇനിയും ഉരുൾപൊട്ടലടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ കഴിയും, സേഫായി സുരക്ഷിതമായി എങ്ങനെ അവിടെ താമസിക്കാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമായി ചൂണ്ടിക്കാണിച്ചുള്ള ഈ പുഴ ഇപ്പോൾ നിലവിൽ ഒഴുകി ഒരു വീതി എടുത്തിട്ടുണ്ട്, അതിൻ്റെ വീതി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീതിയിലേക്ക് ഇനി കടന്നു കയറിയുള്ള നിർമ്മാണങ്ങളോ താമസമോ മറ്റോ വേണ്ട. പുഴയുടെ വഴിയിൽ തന്നെ പുഴ ഒഴുകി മുന്നോട്ട് പോവുകയും അതിന് സമീപമുള്ള ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്ക് താമസമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് അദ്ദേഹം ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും പഠനം അവസാനിച്ചിരിക്കുന്നു. ശരി, ആന്റണി ജിസ്റ്റോർജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.